ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൊണ്ട് എനേബിൾ ചെയ്ത് പോവുക. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഈ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു ഇടത്തരം കൂമ്പ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ കൊത്തി അരിഞ്ഞാണ് എടുത്തേക്കുന്നത്. തോരൻ തയ്യാറാക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെറിയ പീസാക്കി വേണം അരിഞ്ഞെടുക്കാൻ, അതായത് കൊത്തി അരിഞ്ഞ് വേണം എടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് തുമരയാണ്. അത് ഞാനിവിടെ ഒരു പിടി തുമര ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഒരു 3 മണിക്കൂർ കുതിർത്തതാണ്. പിന്നെ നമുക്ക് 2 പിടി തേങ്ങ ചിരവിയത് വേണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, 7 അല്ലി വെളുത്തുള്ളി ജസ്റ്റ് കട്ട് ചെയ്ത് വേണം, കുറച്ച് കറിവേപ്പില വേണം. ഇത് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും സാധനങ്ങൾ. ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തുവര അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച കൂമ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക്. നമ്മളിപ്പം മൺചട്ടിയിലാണ് ഈ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മൺചട്ടിയിലായതുകൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റും കൂടാണ് ഈ തോരന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇത് വേവാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളമൊക്കെ വറ്റിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പം ഒട്ടും വെള്ളമില്ല, എന്നിട്ട് നമുക്ക് നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇപ്പം നമുക്ക് നന്നായിട്ട് ചതച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ തോരൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. ഇത് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിച്ചതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കുറച്ച് അരിയും കൂടെ ചേർത്ത് കൊടുക്കണം. അരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പം ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്കിങ്ങനെ തോരനൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. അതുവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ വാഴക്കൂമ്പും തുവരയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. വളരെ ഹെൽത്തിയാണ്, അതിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് നമ്മൾ ചോറിനോടൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഈ സമയം നിങ്ങൾക്ക് ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. ബൈ, താങ്ക് യു.